ഹലോ ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. +1 പൊളിറ്റിക്കൽ സയൻസിലെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോണത്. ഓൺ എക്സാം ആയിട്ടുണ്ട്, എല്ലാവരും പഠിക്കേണ്ട തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഓൺ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികമായിട്ടൊന്നും പഠിക്കാനില്ല. ആകെ ഒന്നോ രണ്ടോ മൂന്നോ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടതുള്ളൂ. ഇനി അടുത്ത എക്സാമിന് എന്തായാലും അതിലേറെ നിങ്ങൾ നോക്കേണ്ടി വരും. അപ്പൊ ഇത് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോളാം എല്ലാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ വരാൻ ചാൻസ് ഉള്ളതും അതേപോലെ തന്നെ മുന്നേ കണ്ടു വന്നിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അപ്പൊ എല്ലാരും ബുക്കോ പെന്നോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുറിച്ച് വെച്ചോളാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ. ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അധികമായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓപ്ഷൻസ് വന്നിട്ട് നിങ്ങൾ അതൊന്ന് ചൂസ് ചെയ്ത് എഴുതിയാൽ മതിയാവും. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അതിൽ ആൻസർ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ചീഫിനെ നിയമിക്കുന്നത് ആര്? ആ ഒരു ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രസിഡന്റ് തന്നിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റർ. അപ്പൊ ഈ ഒരു 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതിന്റെ ഒരു ഉത്തരം അറിയണമെങ്കിൽ ഈ പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, ഈ പ്രൈം മിനിസ്റ്റർ ആരാണ്, അവരുടെ ചുമതല, ഈ വൈസ് പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റർ, ഇവരുടെയൊക്കെ ചുമതലകൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഇതിന്റെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ. ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം എന്താ? ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ആരാണ് പ്രസിഡന്റ്? അപ്പൊ ഞാൻ ഒരു ഷോർട്ട് നോട്ട് പറഞ്ഞുതരാം. പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ചുമതലകളും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത തലവനാണ് ആര്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രപതി അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവരെ ഇന്ത്യൻ യൂണിയന്റെ തലവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ പ്രസിഡന്റ് ആരാ? നിലവിലത്തെ ദ്രൗപതി മുർമു ആണ് അല്ലെ. 2024 നിലവിലെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ആരാ? ദ്രൗപതി മുർമു ആണ്. ജൂലൈ 25-നാണ് അവര് പദവി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്നുമല്ല, പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദിവാസി വനിതാ രാഷ്ട്രപതി കൂടിയാണ്. അദ്ദേഹം ഒരു ഫീമെയിൽ ആണ് എന്നുള്ളതാണ് അല്ലെ നമുക്കൊക്കെ അതിശയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇവർക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇലക്ട്രൽ കോളേജ് ആണ് ഇവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുക്കുന്നത്. അതിൽ MLA-മാരും MP-മാരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാനം ഉടമസ്ഥരൊക്കെ നിയമിക്കുന്നത് ആരാ? നമ്മളുടെ പ്രസിഡന്റ് തന്നെയാണ്. മാത്രമല്ല ഈ ഹൈക്കോർട്ടിലെ സുപ്രീം ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം ജഡ്ജി, ഹൈക്കോർട്ടിലെ ജഡ്ജി, ഇവരൊക്കെ എന്താണ് നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഇവരൊക്കെ കുറിച്ച് നിങ്ങൾ എന്താ ഒരു ധാരണ, ഒരു പൊതുബോധം ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ആരൊക്കെ നിയമിക്കുന്നുണ്ട്, എപ്രകാരമാണ് കാലാവധിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ? ഐഡന്റിഫൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വിച്ച് റെഡ്യൂസ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18. എന്താണ് ചോദ്യം? വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏതാന്നാ ചോദിക്കുന്നത്. വോട്ടിംഗ് പ്രായം 21 ആയിരുന്നു ആദ്യം, പിന്നീട് എന്താക്കി മാറ്റി 18 കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭരണഘടനയിലെ ഏത് അമെൻമെന്റ് പ്രകാരമാണ്, അല്ലെങ്കിൽ ഭേദഗതി പ്രകാരമാണ്? എന്താ? 42nd അമെൻമെന്റ് ഉണ്ട്, 61st അമെൻമെന്റ് ഉണ്ട്, 74th ഉണ്ട്, പിന്നെ 103rd അമെൻമെന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു 4 ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാ പറയുന്നത്. ഞാൻ റെഡ് മാർക്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, റെഡില് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബി ആണ് ആൻസർ. എന്താ? 61st അമെൻമെന്റ് ആണ്. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ അമെന്റ്മെന്റിലൊക്കെ എപ്രകാരം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവാ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് ഈ 61ാം അമെന്റ്മെന്റ്, ഭരണഘടനാ ഭേദഗതിക്കകത്ത് എന്താ പറയുന്നത്? 1988 ഈ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 326 പരിഷ്കരിച്ചുകൊണ്ട് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വയസ്സ് 18 ആക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 326 എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. പിന്നെ എന്ത് 1988 എന്നുള്ള ആ ഒരു ഇയറും. അപ്പൊ ഈ ഒരു വോട്ടവകാശം അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ആളുകൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം വികസിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ 1988 ഡിസംബർ 15 രാഷ്ട്രപതി ഇത് എന്ത് ചെയ്തത്, അംഗീകരിച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1988 ഡിസംബർ 15 എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 326 പരിഷ്കരിച്ചുകൊണ്ട് ലോകസഭയിലേക്കും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കും നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വയസ്സ് എന്താക്കുകയായിരുന്നു, 18 ആക്കുകയായിരുന്നു. അപ്പൊ ഇതിന് ഉത്തരം 61ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മളുടെ വയസ്സ് 21 നിന്നും 18 കുറച്ചു. എന്തിനു വേണ്ടിയിട്ട്? വോട്ടവകാശത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്. Find out the thinkers who argued that equality was a crucial as freedom. എന്താ അതിനർത്ഥം? സ്വാതന്ത്ര്യത്തെ പോലെയാണ് സമത്വം എന്നാ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണോ? അങ്ങനെ അതിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യത്തെ പോലെ തന്നെയാണ് സമത്വം? വിച്ച് പേഴ്സൺ, അല്ലെ, ആരാണ്, ഏത് തിങ്കർ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കിയേ. പ്ലേറ്റോ, ഗാന്ധി, നെഹ്റു, കാൾ മാർക്സ്. അപ്പൊ ഇതിൽ ആരായിരിക്കും ഇത് പറഞ്ഞത്? അപ്പൊ നോക്കി, നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കിടക്കുന്ന ചോദ്യമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനിൽ കിടക്കുന്ന പോയിന്റ് ആണിത്. അതൊന്നും ക്വസ്റ്റ്യൻ വരും എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഉണ്ട് നമ്മളുടെ ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓരോ ലൈനും എന്ത് ചെയ്യുക, ഓരോ ലൈനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കണം ടെക്സ്റ്റ് വായിക്കാണ്ട് പോവരുത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്രകാരം ഒക്കെയാണ് ചോദിക്കുക. അപ്പോ നമ്മൾ ചിലപ്പോ അതൊന്നും വരില്ല എന്ന് പറഞ്ഞു ഒഴിച്ച്, അല്ലെങ്കിൽ ഈ ഒരു പേജിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ മറക്കുന്ന പേജൊക്കെ ആയിരിക്കും. അതിനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ ഒന്നും തന്നെ വിട്ടു പോകരുത്. നോക്കിയേ, ചോദ്യത്തിലേക്ക് വന്നേ. സ്വാതന്ത്ര്യത്തെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് സമത്വം എന്ന് പറഞ്ഞ തിങ്കർ ആരാണ് എന്നുള്ളത്. ആരാണ്? കാൾ മാർക്സ് ആണ്, അല്ലെ? കാൾ മാർക്സ് ആണ് ഇതിൽ ഉത്തരം. അപ്പോ എന്താ കാൾ മാർക്സ് അങ്ങനെ പറയാൻ കാരണം എന്താ നോക്കിയേ. He believed that economic equality was essential for true freedom എന്നാ പറയുന്നത്. ഓക്കെ, സത്യമായ സ്വാതന്ത്ര്യത്തിന് എക്കണോമിക് ഈക്വാളിറ്റി വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റലിസം ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നു, ഇത് തൊഴിലാളികളുടെ ഫ്രീഡത്തെ മോശമായിട്ട് ബാധിക്കുന്നു. എസ്റ്റാബ്ലിഷിംഗ് എ ക്ലാസ്ലെസ് സൊസൈറ്റി ഈസ് നെസസറി ഫോർ ജെനുവിൻ ഹ്യൂമൻ ലിബറേഷൻ എന്നാ പറയുന്നത്. മനുഷ്യർക്ക് ഒരു മോചനം വേണമെങ്കിൽ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാവണം എന്നുള്ളത്. ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഡിവിഷൻസും ഡിസ്ക്രിമിനേഷനും ഒന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റി, ഒരു സമൂഹം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മനുഷ്യർക്ക് ഒരു മോചനം ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ സ്വാതന്ത്ര്യത്തെ പോലെ തന്നെയാണ് സമത്വം. അത് രണ്ടും എന്താണ്, റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ തന്നെ, അല്ലെങ്കിൽ സമത്വം കിട്ടുമ്പോ തന്നെ ഓരോ വ്യക്തികൾക്കും എന്തുള്ളൂ, സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, എപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സത്യമായ സ്വാതന്ത്ര്യത്തിന് എക്കണോമിക് ഈക്വാളിറ്റി വേണം. അദ്ദേഹം എക്കണോമിക് ഈക്വാളിറ്റിനെയാണ് അദ്ദേഹം കൂടുതൽ എടുത്തു പറയുന്നത്. ക്യാപിറ്റലിസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നു തൊഴിലാളികൾക്കിടയിൽ, അത് മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ മൊത്തത്തിൽ ഈക്വാളിറ്റി വാസ് എ ക്രൂഷ്യൽ ആസ് ഫ്രീഡം എന്ന് പറയുന്നത് കാൾ മാർക്സ് ആണ്. കാരണം ഒന്നും നമുക്ക് ചോദിക്കുന്നില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആൻസർ മാത്രം എടുത്ത് എഴുതിയാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇത് 3ഉം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൺ വേർഡ് ആണ് കേട്ടോ. ഇത് വൺ വേർഡ്, ആ ഒരു വൺ വേർഡ് മാത്രം എഴുതിയാൽ മതി. അത് ഏതാണോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് മാത്രം എഴുതിയാൽ മതി. ഞാൻ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അപ്പൊ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ,
മാച്ച് ദ ഫോളോയിങ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയായാലും ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് വരും. പിന്നെ എത്ര മാർക്കാന്ന് അറിയാം, 4 മാർക്കൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ 1 തെറ്റിയാലും 4 3 മാർക്കായിട്ട് ചുരുങ്ങും, 2 തെറ്റിയാൽ 2 മാർക്കായിട്ട് ചുരുങ്ങും. അതൊക്കെ ശ്രദ്ധിക്കാം. ഒന്നും ഇവിടെ നോക്കിയാലും സ്കോർ അങ്ങനെയൊന്നും പോവരുത്. നിങ്ങൾക്ക് എങ്ങനെയായാലും സ്കോർ കിട്ടണം. മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം എന്ത് ചെയ്യുക, ടെക്സ്റ്റിനെ ഡീപ്പായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയ ക്വസ്റ്റ്യൻ നോക്കി, ജെ സ്മിൽ ദ സെറ്റനിക് വേഴ്സസ് ജോൺ റോൾസ് വാട്ടർ, സൽമാൻ റുഷ്ദി വെയിൽ ഓഫ് ഇഗ്നോറൻസ്, ദീപ മേത്ത ഓൺ ലൈബ്രറി. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം? ഈ വാട്ടറും ആദ്യത്തത് നമുക്കറിയാം എന്താണ്, മനുഷ്യന്മാരാണെന്ന് നമുക്കറിയാം അല്ലെ, ഓരോ ആളുകളാണെന്ന് നമുക്കറിയാം. മറ്റേത് എന്താ അപ്പോ വാട്ടറും ഓൺ ലൈബ്രറി ഒക്കെ എന്താ? അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളാണ്, അവരുടെ പുസ്തകങ്ങളാണ്. അപ്പൊ അതാകെ ഡിസോർഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ റെഡ് മാർക്ക് ചെയ്തതാണ് കേട്ടോ ആൻസർ. അപ്പൊ ബ്ലാക്കിൽ എന്താണ്, ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ജേസ്മിലിന് നേരെ അത് കൊടുത്തിരിക്കുന്ന സാറ്റനിക് വേഴ്സസ് ആണ്, അതല്ല. അതുപോലെ തന്നെ റോൾസിന് നേരെ വാട്ടർ ആണ്, സൽമാൻ റുഷ്ദി വെയിൽ ഓഫ് ഇഗ്നോറൻസ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് എഴുതണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കിയേ, ജേസ്മിലിന് എന്താ വരുന്നത്, ഓൺ ലൈബ്രറി ആണ് കറക്റ്റ്. ജോൺ റോൾസിന്റെ വെയിൽ ഓഫ് ഇഗ്നോറൻസ് ആണ്. സൽമാൻ റുഷ്ദിന്റെ സാറ്റനിക് വേഴ്സസ്, ദീപ മേത്ത വാട്ടർ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. എന്താണ്, അതേപോലെ എടുത്ത് എഴുതി അല്ലെങ്കിൽ ബോക്സ് ഒക്കെ വരച്ച് എഴുതുക, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടവും സൗകര്യം പോലെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ മാച്ച് ദ ഫോളോയിങ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താ, റൈറ്റ് ടു ബെനിഫിറ്റ്സ് ഓഫ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന ദ്വിമണ്ഡല സഭകൾ ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയണം ആ ഒരു 2 ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഗുണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗുണങ്ങളെ ചോദിച്ച് ബൈക്യാമറൽ ലെജിസ്ലേച്ചറിന്റെ അല്ലെങ്കിൽ ദ്വിമണ്ഡലങ്ങളുടെ മണ്ഡലസഭകളുടെ ഗുണങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എന്താണ് ഈ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, എന്താണെങ്കിൽ എന്താണ് ഈ ദ്വിമണ്ഡലം എന്ന് അറിയണ്ടേ? എന്നാലേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ 2 പോയിന്റ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അതും ഞാൻ ഷോർട്ട് പോയിന്റ് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഷോർട്ട് പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ പോരാ, കറക്റ്റ് ആയിട്ട് ഉത്തരം എന്ത് ചെയ്യണം, പാരഗ്രാഫ് വൈസ് തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ നോക്കിയേ, എന്താണ് അപ്പോ ഈ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭകൾ എന്തെന്ന് നോക്കാം. ഒന്നുമില്ല, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിമണ്ഡല നിയമ സഭ, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ലോകസഭയും രാജ്യസഭയുമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലോക്സഭ രാജ്യസഭ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിനകത്തുണ്ട്. എന്താ ലോകസഭ രാജ്യസഭ എന്താ? അപ്പൊ അത് ഇതിൽ ആകെ ബെനിഫിറ്റ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയാം ലോകസഭ രാജ്യസഭ എന്താന്ന് ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അഡീഷണൽ ആയിട്ട്. നോക്കിയേ, ലോകസഭ എന്ന് പറയുന്നത് ജനങ്ങളെ നേരിട്ട് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. ഇതിലെ മെമ്പേഴ്സ് പബ്ലിക് ഇലക്ഷനിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. അതുപോലെ തന്നെ ധനബില്ല് കൈകാര്യം ചെയ്യുന്നത് ലോക്സഭയാണ്. അല്ലെങ്കിൽ ധനബില്ല് ലോക്സഭയുടെ അംഗീകാരമില്ലാതെ എന്ത് ചെയ്യത്തില്ല, പാസ്സാക്കത്തില്ല. പരമാവധി 552 അംഗങ്ങൾ വരെ ലോകസഭയിൽ ആവാം എന്നുള്ളതാണ്. ഇനി രാജ്യസഭ നോക്കിക്കഴിഞ്ഞാലോ, അപ്പർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പർ ഹൗസ്. ഓക്കെ, മനസ്സിലായി വെക്കുക. അപ്പർ ഹൗസ് എന്നതാണ് എന്ത്, രാജ്യസഭയെ അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. 250 അംഗങ്ങൾ വരെ എന്ത് ചെയ്യാം, ആവാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയോ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു ഉന്നത മണ്ഡലമാണ് എന്ത്, രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകസഭയും രാജ്യസഭയും ചേർന്നാണ് ഇന്ത്യൻ പാർലമെന്റിനെ ശരിയായി പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ടാണ് എന്ത്, ഈ ഒരു പാർലമെന്റിനെ എന്ത് ചെയ്യുന്നത്, ശരിയായിട്ട് അങ്ങനെ ശരിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്, ബെനിഫിറ്റ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെയാ ബെനിഫിറ്റ്സ് ആദ്യം ഞാൻ കൊടുത്തിട്ടുള്ളത്, പ്രിവെന്റിങ് സഡൻ ലെജിസ്ലേഷൻ, രണ്ടാമത് മോർ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്നുള്ള നിയമനിർമ്മാണത്തെ തടയുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ അത്, അതായത് ലോകസഭയിലും രാജ്യസഭയിലും ഓരോന്നായി നിയമങ്ങൾ പാസ്സാക്കേണ്ടതുണ്ട്. ഓക്കെ, രണ്ടിലും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നിയമങ്ങൾ പാസ്സാക്കുന്നത്. ലോകസഭയിൽ പാസ്സാക്കിയത് രാജ്യസഭയിലും പാസ്സാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രണ്ടും അല്ലെ, രണ്ടും രണ്ടു വട്ടം എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കപ്പെടാം. ലോകസഭയിലും പരിശോധിക്കപ്പെടാം, രാജ്യസഭയിലും അത് പരിശോധിക്കപ്പെടാം. അപ്പോഴെന്താണ്, കൂടുതൽ സമയവും അതേപോലെ തന്നെ അവലോകനവും വേണം എന്നുള്ളതാണ് അല്ലെ. ഓരോന്നും കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട് എന്ത് വേണം, കൂടുതൽ സമയവും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരു പെട്ടെന്ന് ഉള്ള ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത് അവിടെ സാധ്യമല്ല. അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. അവർക്ക് കൂടുതൽ എന്ത് ചെയ്യണം, പരിശോധിക്കണം എന്നുള്ളതാണ്.
ഇനിയോ മോർ പാർട്ടിസിപ്പേഷൻ. എന്താ മോർ പാർട്ടിസിപ്പേഷൻ? അതായത് ലോക്സഭയിലെ റെപ്രസെന്റേറ്റീവിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അത് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ലോക്സഭയിലെ റെപ്രസെന്റേറ്റീവിന് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് എങ്ങനെയാ? ജനങ്ങൾക്ക് നിയമനിർമ്മാണത്തിൽ എങ്ങനെ പങ്കാളികളാവാം എന്നതിന് ഇത് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്ക് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെയോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമിതികൾ ഉണ്ടാക്കി കൂടുതൽ ആളുകളെ പങ്കാളികളാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എന്ത് മോർ പാർട്ടിസിപ്പേഷനിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അതായത് ജനങ്ങൾക്ക് കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ചില സമിതികളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളെ കൂടുതൽ എന്താണ് അതിലെ അംഗങ്ങളാക്കിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് മോർ പാർട്ടിസിപ്പേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ലോകസഭ രാജ്യസഭയാണ് എന്ത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭകൾ എന്നറിയപ്പെടുന്നത് ഈ എന്താണ് ലോകസഭയും രാജ്യസഭയുമാണ്. അപ്പൊ അത് മറക്കരുത്. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് എന്ത് ചെയ്യണം, പ്രിവെന്റിങ് സഡൻ ലെജിസ്ലേഷൻ എന്ന് എഴുതാം, പിന്നെ മോർ പാർട്ടിസിപ്പേഷൻ എന്നും എഴുതാം. ഓക്കെ, അതാണ് 5th ക്വസ്റ്റ്യൻ. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ 6th question. Find out most appropriate statement relating to economic equality. ഓക്കെ, ഇതിൽ തന്നിട്ടുള്ളവയിൽ ഏതാണ് സാമ്പത്തിക സമത്വം എന്ന ആശയത്തോട് യോജിച്ച പ്രസ്താവന എന്നാണ് ചോദ്യം. എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഈക്വാലിറ്റി ബിഫോർ ലോ, ഇറ്റ് ഗിവ്സ് ഈക്വൽ റൈറ്റ് ടു വോട്ട്, ഇറ്റ് റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഗിവിംഗ് സിറ്റിസൺഷിപ്പ് ടു ഓൾ. ഏതാണ് ആൻസർ വരുന്നത്? മൂന്നാമത്തെയാണ് അല്ലെ. ഇറ്റ് റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ. അതാണ് എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക സമത്വം എന്ന ആശയത്തോട് യോജിച്ച അത് കൂടുതൽ ഞാൻ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അറിയുന്ന കാര്യമാണ് അത്. ഓക്കെ, അപ്പൊ സാമ്പത്തിക സമത്വം എന്ന ആശയത്തോട് യോജിച്ച പ്രസ്താവന ഏതാണ്? ഇറ്റ് റെഡ്യൂസസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. അത്ര എഴുതും, അത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കാം. ഓക്കെ, യെസ്, 7ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് റെക്കമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ഓർ ലോക്കൽ ബോഡീസ് ഇൻ ഇന്ത്യ? എന്താ ചോദ്യം? ഏത് കമ്മിറ്റിയാണ് ഇന്ത്യയിൽ പ്രാദേശിക ഭരണഘടനകൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കിയേ, ഓപ്ഷൻസ് എന്തൊക്കെയാ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ഫസൽ അലി കമ്മിറ്റി, പി.കെ. തുങ്കൻ കമ്മിറ്റി. ഏതാ ഉത്തരം? ഏതാ? തുങ്കൻ കമ്മിറ്റിയാണ്. അപ്പൊ എന്താണ് ആ കമ്മിറ്റി എന്ന് അറിയണ്ടേ? ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം, തുങ്കൻ കമ്മിറ്റി എന്താന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മറ്റേ കമ്മിറ്റീസ് ഒക്കെ എന്താന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിയേ, പി.കെ. തുങ്കൻ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988-ലാണ്. തുങ്കൻ അധ്യക്ഷനായ ഈ ഒരു കമ്മിറ്റി ഇന്ത്യയിലെ ഗ്രാമീണ നഗര പ്രാദേശിക ഭരണസമിതികളുടെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് രൂപീകരിച്ചത്. അതായത് ഈ ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ തുങ്കൻ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു കമ്മിറ്റി ഇന്ത്യയിലെ ഗ്രാമീണ നഗര പ്രാദേശിക ഭരണസമിതികളുടെ ശക്തിപ്പെടുത്തലിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒന്നായിരുന്നു ഇത്. അതായത് പ്രാദേശിക ഭരണഘടനകളുടെ സ്വാതന്ത്ര്യം, കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകലായിരുന്നു ഇതിന്റെ ഈ ഒരു കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? പ്രാദേശിക ഭരണകൂടങ്ങളുടെ സ്വാതന്ത്ര്യം, കാര്യക്ഷമത ഒക്കെ മെച്ചപ്പെടുത്താൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യക്ഷമത, സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുക എന്നതായിരുന്നു ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തുങ്കൻ കമ്മിറ്റി എന്താണെന്നും അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അതായത് 1 വേർഡ് ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ആ 1 വേർഡ് അതായത് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചൂസ് ചെയ്യുക, അല്ലാതെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും അതിന് കൊടുക്കരുത് കേട്ടോ. ആൻസർ അതായത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യും. 1 വേർഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, 1 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. കൂടുതലായിട്ട് ഒന്നും എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് അതിന് അഡീഷണൽ ആയിട്ട് മാർക്ക് കിട്ടുമൊന്നുമില്ല. 1 മാർക്കാണെങ്കിൽ ആ 1 മാർക്ക് തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ ഓപ്ഷനിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, ഇപ്പൊ 7ാമത്തെ ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് വെറും പി.കെ. തുങ്കൻ കമ്മിറ്റി എന്ന് എഴുതി വെക്കാണ്ട് ആ ഡി കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ 7th ക്വസ്റ്റ്യൻ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്താ അടുത്ത ചോദ്യം? എന്താ? ഐഡന്റിഫൈ ദ വൈസ്രോയി ഹു ടുക്ക് ഇനിഷ്യേറ്റീവ് ക്രിയേറ്റിംഗ് ലോക്കൽ ബോഡീസ് ഇൻ 1882. എന്താണ് ചോദ്യം? അതായത് പ്രാദേശിക ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഓക്കെ, ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആ ഒരു വൈസ്രോയി, ഓക്കെ, ആ ഒരു വൈസ്രോയിയെ നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യാനാണ് 1882. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, ഉത്തരം എന്താണ്, ലോർഡ്, അല്ല, ഓപ്ഷൻസ് എന്തൊക്കെയാ, ലോർഡ് മൗണ്ട് ബാറ്റൺ, ലോർഡ് കാനിങ്, ലോർഡ് റിപ്പൺ, ലോർഡ് വേവൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഉത്തരം ഏതാ വരുന്നത്, ലോർഡ് റിപ്പൺ ആണ് അല്ലെ. നോക്കിയേ, ലോർഡ് റിപ്പൺ പ്രഭുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വൈസ്രോയ് ഓഫ് ഇന്ത്യ ഫ്രം 1880 ടു 1884 ആണ് വരുന്നത്. ഈസ് ഓഫൻ ക്രിയേറ്റഡ് വിത്ത് ലേയിങ് ദ ഫൗണ്ടേഷൻ ഫോർ ദി ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. എന്താ പറയുന്നത്, ഇന്ത്യയിൽ പ്രാദേശിക സ്വയംഭരണത്തിന്റെ അടിത്തറ വെച്ച വ്യക്തി എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 1882 ഇന്ത്യൻ പ്രാദേശിക ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്ന വിധത്തിൽ മുനിസിപ്പൽ ബോർഡുകളും ജില്ലാ കൗൺസിലുകളും പോലെയുള്ള പ്രാദേശിക സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളത് എന്ത് വലിയൊരു എന്താ പറയാ സെന്റൻസ് ആണല്ലോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതായത് ഇത്രയേ ഉള്ളൂ, പ്രാദേശിക ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി മുനിസിപ്പൽ ബോർഡ്, ജില്ലാ കൗൺസിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്താണ്, എന്തായിട്ട് അറിയപ്പെട്ടു നമ്മൾ പറഞ്ഞത്, അതായത് വൈസ്രോയ് ഓഫ് ഇന്ത്യ ഫ്രം 1880 ടു 1884 എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യയിലെ പ്രാദേശിക സ്വയംഭരണത്തിന്റെ അടിത്തറ വെച്ച വ്യക്തി എന്നും ഇദ്ദേഹത്തെ എന്ത് ചെയ്യാറുണ്ട്, വിശേഷിപ്പിക്കപ്പെടാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം മറ്റാരുമല്ല, ലോർഡ് റിപ്പൺ, റിപ്പൺ പ്രഭു എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്, ഇത് ഭയങ്കര ബോറിംഗ് ആണല്ലേ. ബോറിംഗ് ഒന്നുമില്ല, പക്ഷെ പഠിച്ചു പോയാൽ നല്ല സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അത് ഉറപ്പാണ്. ഓക്കെ, പിന്നെ പൊളിറ്റിക്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത സാധനം എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഡെഫിനിഷൻ ആയാലും കാര്യങ്ങളായാലും നിങ്ങൾ കറക്റ്റ് ടെക്സ്റ്റിൽ നിന്ന് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഡെഫിനിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിലൊന്നും എഴുതരുത്. നമുക്ക് പറ്റാന്നല്ല, പറ്റണം. ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് വായിക്കണം. എനിക്ക് എപ്പോഴും പറയാനുള്ളത് അതാണ്, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. പൊളിറ്റിക്സ് ഒക്കെ അതുപോലെയാണ്, നമുക്ക് തോന്നിയതൊന്നും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ഇനിയിപ്പോ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് റിലേറ്റഡ് ആയിട്ട് എഴുതാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണമല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത്ര വലിയ തലപോണ കേസൊന്നും അല്ല എന്ന് പറയാറില്ലേ. അപ്പൊ പഠിക്കുക, അത്രയേ പറയാനുള്ളൂ. നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഇനിയിപ്പോ കാണാതെ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയാലൊക്കെ മതി. എന്നിട്ട് അത് എന്ത് ചെയ്യുക, എലാബറേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി വന്നേ 9ാമത്തെ ചോദ്യം എന്താ, സം റൈറ്റ്സ് ആർ ഗിവൺ ബിലോ, ക്ലാസിഫൈ ദം ഇൻ ഗിവൺ ടേബിൾ. ഓക്കെ, അപ്പൊ കുറച്ച് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതായത് സം റൈറ്റ്സ് ആർ ഗിവൺ ബിലോ എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ റൈറ്റ്സ് ഒക്കെ നമ്മൾ വായിക്കാം. അപ്പൊ സം റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം റൈറ്റ്സ് അതിൽ അല്ലെ അവകാശങ്ങൾ ഉണ്ട് അതില്. അപ്പൊ അത് ഏതൊക്കെ അവകാശങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതെന്ത് ചെയ്യണം, അത് തരം തിരിക്കണം എന്നാണ് ചോദ്യം. എന്താണ്, നോക്കിയേ, ഇവിടെ റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്, റൈറ്റ് ടു അഡിക്കേറ്റ് വേജ്, റൈറ്റ് ടു റെസ്പോൺസിബിൾ കണ്ടീഷൻ ഓഫ് വർക്ക്. അപ്പൊ ഇതിൽ ഏതൊക്കെ എന്നതിൽ വരുന്ന റൈറ്റ്സ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം, ഇപ്പൊ റൈറ്റ് ടു വോട്ട് അതെന്താണ്, പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. അതേപോലെ തന്നെ റൈറ്റ് ടു റീസണബിൾ കണ്ടീഷൻ ഓഫ് വർക്ക്, അപ്പൊ എക്കണോമിക് റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ റൈറ്റ്സ് ആണെന്ന് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പഠിക്കാനുണ്ട് നമുക്ക്, ഇന്ന റൈറ്റ്സ് ഒക്കെയാ വരുന്നത് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് ഏതൊക്കെ തരത്തിൽ അവകാശങ്ങൾ ഉണ്ട് നമുക്ക് അറിയണം, ഇന്നതൊക്കെ ഈ ഒരു അവകാശത്തിലാണ് പെടുന്നത് എന്ന് അറിയണം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള 4 പോയിന്റ്, 2 എന്താണ് പൊളിറ്റിക്കൽ റൈറ്റും 2 എക്കണോമിക് റൈറ്റും ആണ്. അപ്പൊ ആ 2 പൊളിറ്റിക്കൽ ആണ്, 2 എക്കണോമിക് ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം, പൊളിറ്റിക്കൽ റൈറ്റ് എന്താ, അതേപോലെ തന്നെ എക്കണോമിക് റൈറ്റ് എന്താന്ന് അറിയണ്ടേ, അല്ലെ ഏതൊക്കെ പെടുന്നത് എന്ന് അറിയണ്ടേ, നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, 9ാമത്തെ ചോദ്യം, റൈറ്റ് ടു വോട്ട് എന്താ വരുന്നത്, പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. രണ്ടാമത്തെ പൊളിറ്റിക്കൽ റൈറ്റ് ആണ്, റൈറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്, അല്ലെ ഈ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടത്. അല്ലെങ്കിൽ വോട്ട് എന്ന് പറയുമ്പോഴും അത് തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് അത്. ഓക്കെ,
രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരാളെ വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, പൊളിറ്റിക്കൽ റൈറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റോ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാക്കുക, അതിനുള്ള അവകാശം, അതും എന്താണ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയ അവകാശം തന്നെയാണ്. മൂന്നാമത്തതോ അഡിക്വേറ്റ് വേജസ് എന്നാ പറയുന്നത്, എന്താണ്, തൊഴിൽ സാഹചര്യത്തിലുള്ള കാര്യങ്ങളാണ് എന്ത്, വേജും കാര്യം അല്ലെ, നമുക്ക് വേതനം എന്നൊക്കെ പറയും. അതെന്താണ്, അതിൽ അല്ലെങ്കിൽ വേതനത്തിന് ഉള്ള ഫ്രീഡം, അതെന്താണ്, എക്കണോമിക് റൈറ്റ് ആണ്. പിന്നെയോ റീസണബിൾ കണ്ടീഷൻ ഓഫ്, അതായത് തൊഴിൽ സാഹചര്യത്തിനുള്ള ആ ഒരു റൈറ്റ്. ഓക്കെ, അപ്പൊ അത് എക്കണോമിക് ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ റൈറ്റും എക്കണോമിക് റൈറ്റും ആണ്. അത് എന്ത് ചെയ്യണം, നിങ്ങൾ രണ്ടും വേർതിരിച്ചു എഴുതണം. അപ്പൊ ഇവിടെ രണ്ടെണ്ണമാണ് എന്ത്, പൊളിറ്റിക്കൽ റൈറ്റ്സും, രണ്ടെണ്ണം എക്കണോമിക് റൈറ്റ്സും ആണ്. സിമ്പിൾ ആണോ കണ്ടെത്താൻ? പൊളിറ്റിക്കൽ ആയിട്ട് നമുക്ക് റൈറ്റ് ടു വോട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, എക്കണോമിക് ആണോ പൊളിറ്റിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ആണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് ഉണ്ടാക്കണം, അതേത് എക്കണോമിക് ആണ് പൊളിറ്റിക്കൽ ആണ്, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലോ. അപ്പൊ അഡ്വക്കേറ്റ് വേജ് അല്ലെങ്കിൽ വേതനത്തിലുള്ള ഫ്രീഡം എന്ന് പറയുന്നത് എക്കണോമിക് പരമായിട്ടുള്ളതാണല്ലോ. ഓക്കെ, പിന്നെ റീസണബിൾ ഫോർ കണ്ടീഷൻ വർക്ക് എന്ന് പറയുന്നത് അതും എന്താണ്, പൊളിറ്റിക്കൽ അല്ല, എക്കണോമിക് റൈറ്റ്സ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അവിടെ എന്ത് കിട്ടി, 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, യെസ്, ഓക്കെ, write the names of states involved the dispute over the city of Chhattisgarh. ഓക്കെ, അപ്പൊ ഛത്തീസ്ഗഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് തികച്ചും എന്താണ്, നമ്മൾ കേൾക്കാത്ത ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് എവിടെയോ ടെക്സ്റ്റിനകത്ത് എവിടെയോ പരാമർശിക്കുന്ന സംഭവമാണ് അത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കും. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അതായത് ഛത്തീസ്ഗഡ് നഗരത്തെ ചൊല്ലി തർക്കത്തിൽ പങ്കാളിയാകുന്ന സംസ്ഥാനങ്ങളുടെ പേരാണ് ചോദിക്കുക. ഛത്തീസ്ഗഡ് നഗരത്തെ ചൊല്ലിയുള്ള തർക്കം, അപ്പൊ എന്താണ് അവർ ആ ഒരു നഗരത്തെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കം എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു സ്റ്റേറ്റിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ആൻസർ, എന്താണ്, പഞ്ചാബ് ആൻഡ് ഹരിയാനയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹരിയാനയും പഞ്ചാബും തമ്മിലുള്ള ആ ഒരു പ്രശ്നം സാധാരണയായിട്ട് ഛത്തീസ്ഗഡ് എന്ന കേന്ദ്ര ഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണെന്നാ പറയുന്നത്. അപ്പൊ ഈ ഒരു ഹരിയാനയും പഞ്ചാബും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ആരുമായി കണക്റ്റഡ് ആണ്, ഛത്തീസ്ഗഡുമായിട്ട് കണക്റ്റഡ് ആണ്. 1966 പഞ്ചാബ് പുനർസംഘടിപ്പിക്കുമ്പോൾ, ഈ പഞ്ചാബ് പുനർസംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു 1966. അപ്പൊ ഹരിയാനയെ പഞ്ചാബിൽ നിന്ന് വേർതിരിച്ചു എന്നാ പറയുന്നത്. എന്നാൽ ഛത്തീസ്ഗഡ് 2 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായിട്ട് തുടർന്നു പോരുകയും ചെയ്തു. ഇതാണ് വലിയ തർക്കത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ ഇപ്പൊ യാതൊരു പ്രശ്നവും ഇവര് തമ്മിൽ ഇല്ല കേട്ടോ. ഓക്കെ, മനസ്സിലാക്കുക, ഛത്തീസ്ഗഡ് നഗരത്തെ ചൊല്ലി തർക്കത്തിൽ പങ്കാളിയാക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹരിയാനയും പഞ്ചാബും ആണ്. അതായത് ഹരിയാനയും പഞ്ചാബും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഛത്തീസ്ഗഡുമായിട്ട് എന്താണ്, കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, 1966 പഞ്ചാബ് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഹരിയാനയെ എന്താണ്, പഞ്ചാബിൽ നിന്ന് വേർതിരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഛത്തീസ്ഗഡ് 2 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായിട്ട് മാറി. ഇതിനെ ചൊല്ലിയിട്ടായിരുന്നു തർക്കം. അപ്പൊ അതിന് ഉത്തരം എന്താണ്, പഞ്ചാബും ഹരിയാനയും ആണ്. ആ 2 സ്റ്റേറ്റ്, അവിടെ സ്റ്റേറ്റ് ഓപ്ഷനും കൂടി നിങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ. ആ ഒരു 2 മാർക്കിന്റെ ചോദ്യം ഏതാണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്ത് എഴുതണം, ഓപ്ഷനും കൂടി ഇല്ല, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആൻസർ എഴുതേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Complete the chart by writing the factors that make constitution effective. എന്താ ചോദിക്കുന്നേ, എന്താണ് ചോദ്യം, ഭരണഘടനയെ ഫലപ്രദമാക്കുന്ന ഘടകങ്ങൾ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് വൃത്തിക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, സെയിം സാധനമാണ്. അവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്, സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അടിയിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. മോഡ് ഓഫ് പ്രൊമൾഗേഷൻ, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് മാക്സിമം ക്ലാസ് കാണുക കേട്ടോ. അപ്പൊ മോഡ് ഓഫ് പ്രൊമൾഗേഷൻ എന്താണ്, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്താണെന്നൊക്കെ നമ്മൾ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫാക്ടർ നമുക്ക് ഭരണഘടനയെ
ഫലപ്രദമാക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഇത് രണ്ടും. അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, ആ ചാർട്ട് എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ വൃത്തിയായിട്ട് ചാർട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് എന്ത് ചെയ്യരുത്, പിന്നെ വിശദീകരിച്ച് അടിയിൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ചാർട്ട് മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മോഡ് ഓഫ് പ്രമൽഗേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപന രീതിയാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തതോ ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ, സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത രീതി എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ആ 2 പോയിന്റ് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ആ ചാർട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതാണ് എന്ത്, ഈ ഭരണഘടനയെ ഫലപ്രദമാക്കുന്ന ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 11ാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുക എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം എന്താണ്? ദ അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഈസ് ഡാഷ്. നോക്കിയേ, എന്താണ് അപ്പർ ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരിസഭ എന്നാണ് ചോദിക്കുന്നത്. അതായത് പാർലമെന്റിന്റെ ഉപരിസഭ ഏതാണ്? രാജ്യസഭയാണ്. ഏറ്റവും വലിയ സഭ എന്താണ്? രാജ്യസഭയാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലോക്സഭ ചെറുതും രാജ്യസഭയാണ് ഒന്നുകൂടി ഒരു പടി മുന്നില്. അപ്പൊ ദ അപ്പർ ചേംബർ അല്ലെങ്കിൽ ഉപരിസഭ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? രാജ്യസഭ. നമ്മൾ പറഞ്ഞു, ഇപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തേ? നമ്മൾ പറഞ്ഞു ദ്വിമണ്ഡല സഭകളുടെ ഗുണങ്ങൾ പറഞ്ഞ സമയത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു രാജ്യസഭ എന്താണ്, ലോകസഭ എന്താണ്, അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ എപ്രകാരമാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് പഠിച്ചിട്ട് പോയി കഴിയുമ്പോൾ രാജ്യസഭ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി, ഈ ചോദ്യത്തിനും എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ അതേപോലെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാ. അപ്പർ ചേംബർ എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയാണ്. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം എന്താണ്? 13ാമത്തെ ചോദ്യം ഓക്കെ, 13ാമത്തെ ചോദ്യം എന്താണ്? യെസ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ തിയറി ആൻഡ് പൊളിറ്റിക്സ്. അല്ലെ, പൊളിറ്റിക്കൽ തിയറിയും പൊളിറ്റിക്സും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ്? ബന്ധം വ്യത്യാസമൊക്കെ പറയാം. എന്താണ്? ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്സ് എന്താ, പൊളിറ്റിക്കൽ തിയറി എന്താന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് അത് വായിക്കാം. അത് അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ നിങ്ങളുടെ രീതിക്ക്, ഇനിയിപ്പോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ രീതിയിൽ എഴുതിയാലും മതി, കുഴപ്പമില്ല. എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ പൊളിറ്റിക്കൽ തിയറിനെ ആയിക്കോട്ടെ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ അതൊരു പഠനമാണ്. എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലായിടത്തും അത് ഒന്ന് തന്നെയാണ്. അതിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. ഇനി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രാഷ്ട്രീയക്കാരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലായിടത്തും എന്താണ്, വ്യത്യസ്തമാണ്. ഇതാണ് ചുരുക്കം എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോ, പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ പൊതുജീവിതത്തിന്റെ തത്വശാസ്ത്രിക ചിന്തകളുടെ സമാഹാരമാണ്. എന്ത് ബുദ്ധിമുട്ടാല്ലേ ഒരു സെന്റൻസ്. പൊതുജീവിതത്തിന്റെ തത്വശാസ്ത്രീയ ചിന്തകളുടെ സമാഹാരമാണ്. അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. എന്താണ് അത്? ഒരു പഠനമാണ്. എല്ലായിടത്തും എന്താണ്, വളരെയധികം വ്യത്യസ്തമാണ് എന്നുള്ളത് പൊളിറ്റിക്കൽ തിയറി. അതായത് അതിൽ അടങ്ങിയിട്ടുള്ളത് അധികാരത്തിന്റെ സ്വഭാവം, ഭരണരീതികൾ, അതുപോലെ തന്നെ നികുതിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നികുതി ഇടല്, അതേപോലെ തന്നെ നീതി, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. മാത്രമല്ല രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, നയം, ആശയം എന്നിവയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പൊ ഇത് പ്രധാനമായിട്ട് ഒരു പഠനമാണ് എന്നുള്ളതാണ്. അതായത് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, നയം, ആശയം, ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു പഠനമാണ്. മാത്രമല്ല അധികാരത്തിന്റെ സ്വഭാവം, ഭരണ രീതികള്, നികുതി ഈടാക്കുന്ന കാര്യങ്ങള്, നീതി, സ്വാതന്ത്ര്യം, സമത്വം, ഈ ഒരു ആശയങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, പൊളിറ്റിക്കൽ തിയറിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നേരെ മറിച്ച് പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായില്ലേ, നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും എല്ലായിടത്തും എന്താ ഒരുപോലെ അല്ല, വ്യത്യസ്തമാണ്. അതായത് ഇപ്പൊ പൊളിറ്റിക്സ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാങ്കേതിക വിദ്യകളുടെ യാഥാർത്ഥ്യമായ പ്രവർത്തനങ്ങൾ, നിലവിലെ രാഷ്ട്രീയ എന്താ പറയാ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ പാർട്ടി ഇലക്ഷനിലോ ഇതിനെ കുറിച്ചുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള ഒരു പ്രവർത്തനം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പ്രവർത്തനമായി അല്ലെ, രാഷ്ട്രീയക്കാരുടെ ആക്ടിവിറ്റീസ് ആയി. അപ്പൊ അത്
ഓരോ സ്ഥലം അനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തപ്പെടാം എന്നുള്ളതാണ്. അപ്പൊ സംഘടനകള്, അതുപോലെ തന്നെ ജനങ്ങൾ, അതുപോലെ തന്നെ അധികാരികൾ എന്നിവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ഒന്നാണ് എന്ത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ തിയറിയും പൊളിറ്റിക്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് തിയറിയാണ്, ഒന്ന് പഠനമാണെങ്കിൽ, ഒന്ന് എന്താണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണെങ്കിൽ പ്രവർത്തനങ്ങളാണ്. സംഘടനകള്, ജനങ്ങള്, അധികാരികൾ എന്നിവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പൊളിറ്റിക്സ്. നേരെ മറിച്ച് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ അതെന്താണ്, രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ, നയം, ആശയം എന്നിവയെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി ഞാൻ തന്നിട്ടുള്ള പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിക്കണേ. നോട്ട്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നോട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ സൗകര്യം പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതന്നെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഓക്കെ ആവുന്നവര് ഇത് പഠിച്ചിട്ട് പോവുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, അവരുടേതായിട്ടുള്ള രീതിക്ക് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 14ാമത്തെ ചോദ്യം എന്താ? 14ാമത്തെ ചോദ്യം നോക്കിയേ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്താണ്? അവസര സമത്വം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ് അവസര സമത്വം എന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പൊ ഷോർട്ട് നോട്ട്, അപ്പൊ ഞാൻ ഇവിടെ 2 ഹിന്റ് കൊടുത്തിട്ടുള്ള, ഒന്ന് എംപ്ലോയ്മെന്റും എഡ്യൂക്കേഷനും ആണ്. ഓക്കെ, തൊഴിലിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലുള്ള അവസര സമത്വം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഷോർട്ട് നോട്ട് പറയുമ്പോൾ ചിലപ്പോൾ അത് മേ ബി 3-4 മാർക്കിനൊക്കെ ആയിരിക്കാം. അപ്പൊ എന്താണ് അവസര സമത്വം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പൊ അതായത് ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി വിജയിക്കാനുള്ള സമമായ അവസരങ്ങൾ നൽകുക, അല്ലെങ്കിൽ നൽകുന്നതാണ് എന്ത്, അവസര സമത്വം. ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി വിജയിക്കാനുള്ള സമമായ അവസരങ്ങൾ. അപ്പൊ സമത്വം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഒരു സൊസൈറ്റിക്കകത്ത് തന്നെ പലതരത്തിലുള്ള അസമത്വങ്ങൾ കാണാം. ഏതൊക്കെ? കാസ്റ്റ്, കളറ്, ലാംഗ്വേജ്, പല കാര്യങ്ങളും നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്, വളരെയധികം വ്യത്യസ്ത വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, പലതരത്തിലുള്ള അസമത്വങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള അസമത്വങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പൊ അവസര സമത്വം എന്ന് പറയുമ്പോൾ എന്താണ്, ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് വിജയിക്കാനുള്ള ഒരു സമമായിട്ടുള്ള അവസരങ്ങൾ നൽകുക എന്നതാണ് അവസര സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, ഇനിയിപ്പോ നിയമം, വിദ്യാഭ്യാസം, തൊഴിൽ, സമുദായം, സേവനം എന്നിവയിലൂടെയൊക്കെ എല്ലാ വ്യക്തികൾക്കും എന്താണ്, തുല്യമായ നിലവാരം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസര സമത്വം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് വന്നപ്പോ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസം, തൊഴിൽ, സമുദായം, സേവനം എന്നിവയിലൂടെയൊക്കെ എന്താണ്, ഇത്തരത്തിലുള്ള സേവനങ്ങളിലൂടെയൊക്കെ എല്ലാ വ്യക്തികൾക്കും തുല്യമായിട്ടുള്ള നിലവാരം ഉറപ്പാക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവസര സമത്വം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ വിജയത്തിൽ വംശം, ലിംഗം, ആധികാരികം, ഓക്കെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കൂടുതൽ പ്രാധാന്യം പിടിക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് വ്യക്തികളുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വംശം, ലിംഗം, ആധികാരിക സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കൂടുതൽ പ്രാധാന്യം പിടിക്കാറില്ല. നേരെ മറിച്ച് എന്താ പ്രാധാന്യം ആക്കാറെന്താ, പകരം വ്യക്തികളുടെ കഴിവും ശ്രമവും മാത്രമാണ് നിർണായകമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവസര സമത്വം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി ഇപ്പൊ വിജയിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വിജയത്തിൽ വംശം, ലിംഗം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ള ഘടകങ്ങൾക്കോ ആധികാരിക സാഹചര്യങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും അവിടെ കൊടുക്കുന്നില്ല, അവിടെ ഉണ്ടാവുന്നില്ല. പകരം എന്താണ്, ഓരോ വ്യക്തിയുടെ കഴിവും ശ്രമങ്ങളും മാത്രമാണ് അവിടെ ശ്രദ്ധേയമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പറയും എന്താണ്, തൊഴിലിന്റെ കാര്യത്തിലായാലും എന്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലകളിലും നമ്മൾ എന്ത് കൊടുക്കണം, ഒരു അവസരം നൽകണം എന്നുള്ളത്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇത് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു അവസര സമത്വം കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, 14ാമത്തെ ചോദ്യം ഷോർട്ട് നോട്ട് എഴുതാനാണ്. അപ്പൊ എന്താണ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ എന്താണ് അവസര സമത്വം എന്ന് എഴുതണം. പിന്നെ ഈ 2 പോയിന്റ്, എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണ്, എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും എന്താണ് നമുക്ക് എഴുതാവുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? യെസ്, ജുഡീഷ്യൽ ആക്ടിവിസം. 15ാമത്തെ ചോദ്യം, ജുഡീഷ്യൽ ആക്ടിവിസം.
has negative and positive impacts. List out any 3 positive impacts of judicial activism എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ളത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ്സും ഇതിന് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ ലിസ്റ്റ് ഔട്ട് ഇനി 3 പോസിറ്റീവ് ഇമ്പാക്ട്സ് എന്നാ പറയുന്നത്. അപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ 3 ഇമ്പാക്ട് നമ്മൾ എന്ത് ചെയ്യണം, ചടുപടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, കോടതി നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനമാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഓക്കെ, അപ്പോ ചിലപ്പോൾ ഈ നിലപാടുകൾ എന്താണ്, ചിലപ്പോഴൊക്കെ അമിതമായ അധികാര ഉപയോഗം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അതായത് ചുരുക്കം പറയുകയാണെന്ന് സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹിക മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ജുഡീഷ്യൽ ആക്ടിവിസം കൊണ്ട് അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ നിയമനിർമ്മാണവും നിർമ്മാണ ശക്തികളുമായുള്ള തുല്യ അവകാശത്തിന് ഇത് ഒരു വെല്ലുവിളി ആവാറുണ്ട്, ഒരു ചെറിയൊരു വെല്ലുവിളി ആവാറുണ്ട് എന്നാണ് പറയുന്നത്. നല്ല പ്രവർത്തനങ്ങൾക്കും അമിത അധികാര ഉപയോഗത്തിനുമിടയിലുള്ള ഒരു അവസ്ഥയുമാണ് എന്ത്, ഒരു ജുഡീഷ്യൽ ആക്ടിവിസം. അതായത് ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ന്യായാധിപർ അവരുടെ ചട്ടക്കൂട് വിട്ട് പ്രബലമായ രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിയമ നിർമ്മാണ പ്രക്രിയയിലും മറ്റു ഭരണഘടനയിലും എന്താണ് ഈ ഭരണഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ന്യായാധിപർ അവരുടെ ചട്ടക്കൂട് വിട്ട് എന്ന് പറയുമ്പോൾ പ്രബലമായ രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എന്നാ പറയാം. അതായത് ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിയമനിർമ്മാണ പ്രക്രിയയിലും മറ്റു ഭരണഘടന പരമായിട്ടുള്ള കാര്യങ്ങളും ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ ചിലപ്പോൾ മനുഷ്യർ എന്താണ് അതിനെ പിന്തുണച്ചേക്കാം, അതേപോലെ തന്നെ അവരതിനെ എതിർക്കും, അവരതിനൊരു വിദ്വേഷവും അവർ പ്രകടിപ്പിക്കാം എന്നുള്ളത്. കാരണം എന്താണ്, ഇപ്പോ എന്താ പറയാ, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായിട്ട് ഭരണകൂടത്തിന്റെ അമിതമായിട്ടുള്ള അതിക്രമത്തെ അത് ചെറുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വിമർശനം എന്ന് പറയുമ്പോൾ അതാണ്, അവരതിനെ കൂടുതൽ പിന്തുണയ്ക്കാം. കാരണം എന്താണ്, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായിട്ട് ഭരണകൂടത്തിന്റെ എന്താണ് അതിക്രമത്തെ അത് ചെറുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെയോ വിമർശനം എന്ന് പറയുമ്പോൾ ജനാധിപത്യ സംസ്കാരത്തിന് അത് വെല്ലുവിളി ആവാം എന്നും അവര് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസം ഒന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹിക മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത് കൂടുതലായിട്ട് സഹായിക്കുന്നത്. ഇതിന് ഇമ്പാക്ട്സും ഉണ്ട്, അതേപോലെ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായിട്ട് ഭരണകൂടത്തിന്റെ അതിക്രമത്തെ അതെന്ത് ചെയ്യുന്നുണ്ട്, ചെറുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആളുകൾ ചിലപ്പോൾ അതിനെ പിന്തുണ നൽകാം. ഇനി വിമർശനം എന്ന് പറയുമ്പോൾ ജനാധിപത്യ സംസ്കാരത്തിന് അത് വെല്ലുവിളി ആവാം എന്നുള്ള ഒരു വിമർശനവും അതിനുണ്ട്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പ്രധാനമായിട്ടും മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹിക മാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ കറക്റ്റ് ഡെഫിനിഷൻ പോലെ എന്നല്ല, ഞാൻ ഒന്ന് വായിക്കാം. ന്യായാധിപന്മാർ അവരുടെ ചട്ടക്കൂട് വിട്ട് പ്രബലമായ രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിയമനിർമ്മാണ പ്രക്രിയയിലും മറ്റ് ഭരണഘടനാപരമായ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ഡെഫിനിഷൻ എന്നല്ല, ഒരു സെന്റൻസ് ഇപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസത്തെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നല്ല ചോദ്യം, ഇതൊന്നല്ല, നേരെ മറിച്ച് എന്താ, 3 പോസിറ്റീവ് ഇമ്പാക്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ഔട്ട് എന്നീ 3 പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 2 അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പോസിറ്റീവ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് എന്ത് പറയാം, ജനങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ജുഡീഷ്യറിയെ സമീപിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ജനങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ജുഡീഷ്യറിയെ സമീപിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത് നമുക്ക് പറയാം, ഗവൺമെന്റിന്റെ ചില സേവനങ്ങൾ നൽകാതെ, ഗവൺമെന്റ് ചിലർക്ക് ചില സേവനങ്ങൾ നൽകാതെ വരും. അപ്പൊ എന്ത് ചെയ്യും, അത് ജുഡീഷ്യറി നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള
ഇമ്പാക്റ്റ് ആണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ? ഒന്ന്, നേരിട്ട് ജനങ്ങൾക്ക് ജുഡീഷ്യറിയെ സമീപിക്കാം, നമുക്കൊക്കെ എന്ത് പ്രശ്നം വന്നാലും നേരിട്ട് സമീപിക്കാം. രണ്ടാമത്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. മൂന്നാമത്തതോ, ഗവൺമെന്റ് ചില സേവനങ്ങൾ നൽകാതെ വരുമ്പോൾ അത് ആര് കൊടുക്കുന്നു? ജുഡീഷ്യറി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 15ാമത്തെ ചോദ്യം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി 16ാമത്തെ ചോദ്യം എന്താ? ഇത് എപ്പോഴും കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഈ ഒരു യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ചോദ്യം? എന്താണ്? എക്സ്പ്ലെയിൻ ഡിവിഷൻസ് ഓഫ് പവേഴ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഇച്ച്. അപ്പൊ എന്താണ് ഈ ഡിവിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അധികാര വിഭജനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട 3 കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ അധികാര വിഭജനം എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഇനി അത് എഴുതിയാലും പോരാ, അത് എക്സാമ്പിൾ സഹിതം എന്ത് ചെയ്യണം? എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, യു വൺ എക്സാമ്പിൾ ഫോർ ഇറ്റ്. എല്ലാത്തിനും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അതിനെ ഓരോന്നും എഴുതണം. അപ്പൊ നോക്കിയേ, ആദ്യം എന്താണ്? യൂണിയൻ ലിസ്റ്റ് ആണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് 98 വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ് എന്ത് ഇതില് പറയുന്നത്. ഓക്കെ, അവരാണ് എന്ത് കൈകാര്യം ചെയ്യുന്നത്? യൂണിയൻ ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധം, വിദേശകാര്യം, ബാങ്കിങ് ഒക്കെ നമുക്ക് അതിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഉൾപ്പെടുന്നത് 98 വിഷയങ്ങളാണ്. പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ് ഇത്. പിന്നെ പ്രതിരോധം, വിദേശകാര്യം. എക്സാമ്പിൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓരോന്നിന്റെ എക്സാമ്പിൾ ഒരു 2 3 വീതം വെച്ച് പഠിച്ചിട്ട് പോവാ. ബാങ്കിങ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സംസ്ഥാന പട്ടികയിലുള്ള 61 വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അവകാശം പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകളിൽ നിക്ഷിപ്തമാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ സംസ്ഥാന പട്ടികയിലുള്ള 61 വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അവകാശം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ഉള്ളതാണ് എന്നുള്ളത്. അതായത് 61 വിഷയം. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പട്ടികയാണ്. അപ്പൊ അതിലുള്ള 61 വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അവകാശം പൂർണ്ണമായും എന്താണ്? സംസ്ഥാന സർക്കാരിൽ ഉള്ളതാണ്, സംസ്ഥാന സർക്കാരിന് ഉള്ളതാണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്താ? ക്രമസമാധാനം, വാണിജ്യം, കൃഷി, പോലീസ്, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. മൂന്നാമത്തെ എന്താ? കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇതിൽപ്പെട്ട 52 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കൂട്ടായിട്ടാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആർക്കുള്ളതാ? സംസ്ഥാന സർക്കാരിന് ഉള്ളതാണെങ്കിൽ ആ 61 വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അവകാശം പൂർണ്ണമായി സംസ്ഥാന സർക്കാരിനുള്ളതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിൽ പെട്ട 52 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം കേന്ദ്രത്തിനും ഒപ്പം സംസ്ഥാനങ്ങൾക്കും എന്താണ്? കൂട്ടായിട്ടാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കേന്ദ്രത്തിനും അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൺകറന്റ് ലിസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് രണ്ടും അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കൂട്ടായിട്ട് അനുവദിച്ചു കൊടുത്തു, രണ്ടിനും ഒപ്പം അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതിന്റെ എക്സാമ്പിൾ വന്നിട്ട് എന്തൊക്കെയാ? ഫോറസ്റ്റ്, എഡ്യൂക്കേഷൻ, മാരേജ് ഒക്കെ നമുക്ക് കൺകറന്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എക്സാമ്പിൾ സഹിതം നിങ്ങൾ എന്ത് ചെയ്യുക? അത് 3 വൃത്തിയായിട്ട് പഠിച്ചു പോയിക്കോളുക. ഓക്കെ, 16ാമത്തെ ചോദ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് 17ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഒക്കെ കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ആകെ മൈൻഡ് മൊത്തം പോകുന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് എന്തായാലും സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റേറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത് പോരാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ഇനിയൊരു 2 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കി 17ാമത്തെ ചോദ്യം എന്താ? 42nd amendment was the most controversial amendment in India's constitutional history. State the controversial aspects of 42nd amendment. എന്താ ചോദിക്കുന്നത്? വിശദമായ ഭേദഗതിയാണ് എന്ത്? 42. അതിൽ വിവാദമായ ചർച്ചകൾ ഉണ്ട് എന്നാ പറയുന്നത്. അതായത് 42ാം ഭേദഗതിക്ക് വിവാദമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു അമെന്റ്മെന്റിനകത്ത് 42ാം ഭരണഘടനാ ഭേദഗതിക്കകത്ത് വിവാദമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വിവാദമായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ? അപ്പൊ എന്താണ് ഈ 42nd amendment? നോക്കിയേ, 42nd amendment ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ കാൾഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ചിലപ്പോൾ 1 വേർഡ് വരാൻ ചാൻസ് ഉണ്ട്.
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് 42nd അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് മെയ്ഡ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. ഇപ്പൊ നമുക്ക് എന്താണ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് അതിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിട്ടുള്ള വിവാദങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, പ്രധാനമന്ത്രി, വൈസ് പ്രസിഡന്റ് ഇവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊന്നും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. അതൊരു വിമർശനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, വിവാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊന്നും കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത്. നെക്സ്റ്റോ, നിയമനിർമ്മാണ സഭയുടെ കാലാവധി 5 കൊല്ലത്തിൽ നിന്ന് 6 കൊല്ലമാക്കി മാറ്റി. ഓക്കെ, 5 കൊല്ലം എന്നുള്ളത് നിയമനിർമ്മാണ സഭയുടെ കാലാവധി 5 കൊല്ലത്തിൽ നിന്നും 6 എന്നുള്ള കൊല്ലത്തിലേക്ക് എന്ത് ചെയ്തു, മാറ്റി. നെക്സ്റ്റ് എന്താ, ഭരണഘടന ആമുഖത്തിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ് അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. നെക്സ്റ്റോ, SC ST വിഭാഗത്തിൽ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടു. എന്താണ് SC ST? നമുക്കറിയാം, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് നമ്മൾ പറയാറുണ്ട്. അതായത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തി. ഇതൊക്കെയാണ് ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വിവാദമായിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ ആയിരുന്നു. ഒരു 3-4 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഓരോന്നും ഡിഫൈൻ ചെയ്ത് എഴുതാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഇത് വൃത്തിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത ചോദ്യം നമുക്കൊരു റിലാക്സേഷൻ തരുന്നതാണ്. കാരണം അടുത്ത ചോദ്യത്തില് നമ്മൾക്ക് എന്തും എഴുതാം. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇന്ന തന്നെ വേണം എന്നൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്, ആൾ ക്ലെയിംസ് ആർ നോട്ട് റൈറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്, എല്ലാ അവകാശവാദങ്ങളും എന്തല്ല, അവകാശങ്ങളല്ല. ഇതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം. എന്താണ് അവകാശം എന്നുള്ളത് പറയാം. എന്താണ് അവകാശം എന്ന് പറയുമ്പോൾ അത് വ്യക്തിഗത വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ അനുഭവങ്ങൾക്കോ അടിസ്ഥാനമാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വ്യക്തിക്കനുസരിച്ച് വ്യത്യസ്തമാണ് എന്ത്, ഓരോ അവകാശം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾക്ക് സത്യം എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നേരെ തിരിച്ചായിരിക്കും. അത് കള്ളമായിട്ട് അല്ലെങ്കിൽ നുണകളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുക. ഓക്കെ, അപ്പൊ പല അവകാശങ്ങളും മതിയായ തെളിവുകളോ അല്ലെങ്കിൽ പിന്തുണയോ ഒന്നുമില്ലാണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു അവകാശങ്ങളും ഒരാൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് ഒരു തെളിവുകളോ അല്ലെങ്കിൽ പിന്തുണയോ കൂടിയിട്ടൊന്നും ആവില്ല, അല്ലെ? തെളിവിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആരുടെയും പിന്തുണയോട് കൂടിയിട്ടൊന്നും ആവില്ല ആരും എന്ത് ചെയ്യുക, ഒരു അവകാശം ഉന്നയിക്കുക എന്ന് അല്ലെ? അങ്ങനെയൊന്നും അല്ല ഒരാളും അവകാശങ്ങൾ ഉന്നയിക്കുക. അപ്പോ ഇപ്പോ സയൻസ്, ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ സയൻസിന്റെ കാര്യത്തിലും ചരിത്രത്തിന്റെ കാര്യത്തിലും നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ അവകാശങ്ങൾക്ക് എന്തുണ്ട്, ഒരു പ്രൂഫ് ഉണ്ട്, അല്ലെ? തെളിവുകളുണ്ട്, രേഖകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാണ് അത് എന്ത് ചെയ്യുക, സ്ഥിരീകരിക്കപ്പെടാറ്. അപ്പൊ ചിലപ്പോൾ അവകാശങ്ങൾ എന്താണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഓക്കെ, പ്രമേയങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോ നമുക്കുള്ള ഒരു ആശയം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താണ്, തെറ്റായ നിഗമനത്തിലായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യുക, വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരിക തെറ്റായ നിഗമനങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ആൾ ക്ലെയിംസ് ആർ നോട്ട് റൈറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എല്ലാ അവകാശങ്ങളും എന്തല്ല, അല്ലെങ്കിൽ എല്ലാ അവകാശവാദങ്ങളും അവകാശങ്ങളല്ല എന്നാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതാം. അപ്പൊ അത് ഞാൻ പറഞ്ഞത് എന്താണ് റൈറ്റ്സ് എന്ന് എഴുതാം, എന്താണ് അവകാശങ്ങൾ എന്ന് എഴുതാം. അപ്പൊ എന്താണ് അവകാശങ്ങള്, ഓക്കെ, അത് വ്യക്തിഗത വിശ്വാസങ്ങൾക്കോ അനുഭവങ്ങൾക്കോ അടിസ്ഥാനമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചതാണല്ലോ അവകാശങ്ങൾ എന്താന്നുള്ളത്. അപ്പൊ അത് വ്യക്തിഗത വിശ്വാസങ്ങൾക്കോ അനുഭവങ്ങൾക്കോ അടിസ്ഥാനമാകുന്നു എന്ന് പറയാം. പിന്നെ വ്യക്തിക്ക് അനുസരിച്ച് എന്താണ്, വ്യത്യസ്തമാണ് അവകാശം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാള് സത്യം എന്ന് കരുതുന്ന മറ്റാൾക്കും സത്യം ആയിട്ട് കാണണമെന്ന്, മറ്റാളും സത്യമായിട്ട് കാണണമെന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ ആരും അവകാശങ്ങള് മതിയായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടോ അല്ലെങ്കിൽ പിന്തുണയോട് കൂടിയിട്ടോ ഒന്നും അല്ല എന്ത് ഉന്നയിക്കുന്നത്. ഇപ്പൊ ഹിസ്റ്ററി, ലോ, അതുപോലത്തെ സയൻസിന്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രൂഫ് വേണം, തെളിവുകൾ വേണം, രേഖകൾ വേണം. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പൊ ചിലപ്പോ എന്താണ്, തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം എല്ലാ അവകാശങ്ങൾക്കിടയിൽ. ചിലപ്പോൾ അവകാശങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രമേയങ്ങളെ അത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്, തെറ്റായ നിഗമനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്താ, ഇനി സംസ്കാരത്തിന്റെ രീതിയിൽ ഞാൻ പറഞ്ഞു, അത് നല്ലൊരു എക്സാമ്പിൾ. അപ്പൊ സാംസ്കാരിക വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്കാരത്തിന്റെ കീഴിൽ എങ്ങനെ അവകാശങ്ങൾ, അതായത് പലർക്കും പല പല രീതിക്കാണ്, അല്ലെ? പല വിശ്വാസങ്ങളും അതുപോലെ തന്നെ പല എന്താ പറയാ അവകാശങ്ങളൊക്കെയാണ്, അല്ലെ?
വിശ്വാസമായാലും ഒക്കെ. അപ്പൊ ഒരു സംസ്കാരത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യത്തെ മറ്റൊരു സംസ്കാരം എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്തോളന്നില്ല. അപ്പൊ എന്റെ സംസ്കാരം ഇപ്പൊ നിങ്ങളെ സംസ്കാരത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളന്നില്ല, എന്റെ സംസ്കാരത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളന്നില്ല. അപ്പൊ നിങ്ങൾ നിരസിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ അവകാശങ്ങളും ശരിയല്ല എന്ന് നിങ്ങൾ കരുതരുത്. ഓക്കെ, സത്യത്തിന്റെ സങ്കല്പം, സാംസ്കാരിക പശ്ചാത്തലം, പക്ഷാപാതം, തെളിവുകൾ എന്നിവയൊക്കെ എന്താണ് ആശ്രയിച്ചാണ് അവകാശങ്ങളെ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എല്ലാ അവകാശങ്ങളും ശരിയല്ല എന്ന് നിങ്ങൾ കരുതരുത്. സത്യത്തിന്റെ സങ്കല്പം, അതുപോലെ തന്നെ സാംസ്കാരിക പശ്ചാത്തലം, പക്ഷാപാതം, തെളിവുകൾ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ആസ്പദമാക്കിയിട്ടൊക്കെയാണ് നമ്മൾ അവകാശങ്ങളെ വിലയിരുത്തേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇനിയും കൂടുതൽ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. മാർക്കിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 19ാമത്തെ ചോദ്യം എന്താണ്, ഡിഫൈൻ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഹൗ ഇറ്റ്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കുറെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ എന്താണ് ഇന്ത്യയില് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എങ്ങനെ നടപ്പിലാക്കി, ആ ഒരു പ്രായപൂർത്തി വോട്ടവകാശം എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താ എഴുതേണ്ടത് നമ്മള്, അപ്പൊ എന്താണ് ഇത്, ഏത് കാലത്ത് ഒക്കെ ഏത് കാലത്ത് ഇത് വന്നു എന്നുള്ളതാണ്, ഇംപ്ലിമെന്റ് ചെയ്തതാണ് അല്ലെ, ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കി, 1950 ജനുവരി 26 ഭരണഘടന അല്ലെ നിലവിൽ വന്നു നമുക്കറിയാം. അത് വന്നതോടുകൂടി എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ലിംഗഭേദമന്യേ അല്ലെങ്കിൽ ലിംഗമെന്നോ മതമെന്നോ ഇല്ലാണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ അവകാശം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഭരണഘടന നിലവിൽ വന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ അത് നിലവിൽ വന്നതോട് കൂടിയിട്ട് ഓക്കെ, നമുക്ക് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലിംഗം, മതം, അതൊന്നും കണക്കിലെടുക്കാണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ അവകാശം കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, 21 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും വോട്ടിന് അവകാശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1988 18 വയസ്സാക്കിയത് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് ജനങ്ങളുടെ അവകാശങ്ങൾ, ആശങ്കകൾ എന്നിവയൊക്കെ പ്രതിഫലിപ്പിക്കാനുള്ള വലിയൊരു അവസരം നൽകി എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ പോലെയുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഓരോ ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങളും ആശങ്കകളും ഒക്കെ പ്രകടിപ്പിക്കാനും പ്രതിഫലിപ്പിക്കാനുള്ള ഒരു വലിയ അവസരം തന്നെ എന്ത് ചെയ്തു, ലഭിച്ചു എന്ന് പറയുമ്പോൾ വോട്ടിന്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിലൂടെ അവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ എന്താണ്, അവർക്ക് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റി, അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നാ പറയുന്നത്. അപ്പൊ ഇന്ത്യക്കാർക്ക് അവരുടെ ഭരണകൂടം തെരഞ്ഞെടുക്കാൻ ഉള്ള അവകാശം കിട്ടി, അവരുടെ ഇഷ്ട ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ ഇത് വ്യക്തികളുടെ ജാതി, മതം, വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാതെ ഓക്കെ എല്ലാവർക്കും തുല്യ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു തുല്യ അവകാശമായിട്ട് ലഭിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും തുല്യ അവകാശമായതിന് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം കൂടുതൽ ശക്തമായി എന്നാ പറയുന്നത്. അപ്പൊ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ളത് കൂടുതൽ ശക്തമായി എന്നാ പറഞ്ഞത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ട് എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യപ്പോ എനിക്ക് ഇന്നതാണ് ഇഷ്ടം, അപ്പൊ ഞാൻ അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും. അപ്പൊ എന്റെ ആ ഒരു താല്പര്യം എനിക്ക് അവിടെ പ്രകടിപ്പിക്കാൻ പറ്റി, അതാ പറയുന്നത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം വളരെയധികം ശക്തമായി എന്നാ പറയുന്നത്. അപ്പൊ ഇത് എസ്എ ക്വസ്റ്റ്യനൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഫുള്ള് അതിനനുസരിച്ച് എഴുതണം. 1-2 പാരഗ്രാഫിൽ ഒതുക്കിയാൽ പോരാ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ്. ഏകദേശം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ്, 19 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, നല്ലതുപോലെ ഞാൻ പറഞ്ഞു. അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ നോക്കി പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രസിഡന്റ് ഡിസ്കസ് ചെയ്തു. അത് എന്താണ്, പ്രസിഡന്റിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള, പ്രസിഡന്റ് ഒറ്റയ്ക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എസ്എ പോലെ പ്രസിഡന്റ് ആരാണ്, ചുമതലകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് പോവുക. ഇപ്പൊ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 1 വേർഡ് ആണെന്നുണ്ടെങ്കിൽ ആകെ ആ ഒരു ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 2 മാർക്കിനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഴുതിയാൽ മതി. 2 മാർക്കിന്റെ 1.5, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 1.5 മാർക്കിന് എഴുതി വെക്കരുത്. അല്ല സോറി, ഇപ്പൊ 2 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 1.5 പേജ് നിങ്ങൾ എഴുതി വെക്കരുത്. അതുകൊണ്ട് കാര്യമില്ല. 2 മാർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ അത് ചുരുക്കിക്കോളുക. 4 മാർക്കിന് 2 സെന്റൻസിൽ ചുരുക്കിയാൽ പോരാ. 4 മാർക്കിന് അതിനനുസരിച്ച് നിങ്ങൾ എഴുതണം. അപ്പൊ ഓരോ ചോദ്യം വായിച്ചിട്ട് ഏതൊക്കെ മാർക്കിനാണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2 മാർക്കാണെങ്കിൽ അതിനനുസരിച്ച്, 3 മാർക്കാണെങ്കിൽ അതിനനുസരിച്ച്, എസ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതണം. പിന്നെ പറയാനുള്ളത്,
ഇപ്പൊ 2 മാർക്കിന്റെ ഒക്കെ ചോദ്യം, 3 മാർക്കിന്റെ ഒക്കെ ചോദ്യം 1.5 പേജ് ആയിട്ട് സമയം കളയരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ കൂടുതൽ വലിയ എസ് എഴുതാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, സമയം കിട്ടാതെ വരും. അപ്പോൾ 2 മാർക്കിനുള്ളത് കുറച്ച്, 3 മാർക്കിനുള്ളത് കുറച്ച്, വലിയ മാർക്കിനുള്ളത് എന്ത് ചെയ്യുക, അത്രത്തോളം അത് എഴുതിക്കോളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യന്റെ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ 19 ക്വസ്റ്റ്യനോളം ഇത് ഷോർട്ട് ആൻസറിന്റെ അല്ലെങ്കിൽ ചെറിയ മാർക്കിന്റെ കുറച്ച് എന്താ പറയാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി കുറച്ച് എസ് എ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഓക്കെ, താങ്ക് യു.